ശ്രീ ജെയിം ഷാജി, ഇന്നലെ നവകേരള യാത്ര അവസാനിച്ചു. ഏറ്റവും അവസാനത്തെ യാത്ര വട്ടിയൂർക്കാവിലേക്കാണ്. പക്ഷെ ഇതിനു മുമ്പ് തന്നെ KPCC ഫ്രണ്ടിൽ കൂടിയാണ് ഈ വണ്ടി പോകേണ്ടത്. മുഖ്യമന്ത്രി ഇന്നലെ റൂട്ട് മാറ്റിവിട്ടിരിക്കുന്നു. ഇത്രയും ധൈര്യശാലിയായ മുഖ്യമന്ത്രി എന്തിനാ KPCC മുമ്പിൽ കൂടി പോകാൻ ഇത്രയും പേടി? അല്ല, അതായത് നമ്മൾ ഈ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും എന്താണ്? അതുപോലെ തന്നെ ഈ CPM-ന്റെ ഈ അടിമക്കൂട്ടങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ്? തോക്കിന് മുന്നിൽ, തോക്കിന്റെ കാര്യം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ബ്രണ്ണൻ കോളേജിൽ വാളിന് മുന്നിൽ കൂടി നടന്നയാള്, അതുപോലെ തന്നെ സംഘർഷ ഭൂമികളിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന ആള്, അത് മുതല് ഒരുപാട് നമ്മൾ കേട്ടതാണ്. പിണറായി വിജയൻ സ്തുതികൾ, പിണറായി വിജയൻ തന്നെ. അതോടൊപ്പം തന്നെ അയാൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അയാൾ ഈ ഈ നവകേരള സദസ്സിന് മുമ്പ് തന്നെ ഈ ഇത്രയും വലിയ ധൈര്യശാലി, എത്ര വണ്ടികളുടെ പിന്നെ എസ്കോർട്ടോടു കൂടിയാണ് അയാളുടെ എൻടൂറേജ് അത് പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഇരട്ടച്ചങ്കൻ, ഈ വാളിനിടയിലൂടെ സഞ്ചരിക്കുന്നയാള്, സംഘർഷ ഭൂമിയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ആക്ഷൻ നടത്തുന്നയാള്, അയാള് കുറച്ച് യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ മുന്നിൽ ഈ ഇരട്ടച്ചങ്കൻ വാലും ചുരുട്ടി ഓടുന്നതാണ് നമ്മൾ കണ്ടത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ ഇന്നലെ ആ വഴി പോയതാണ്. ശരിക്കും പിന്നെ അവിടുന്ന് നേരെ പിന്നെ വെള്ളയമ്പലത്ത് വന്നിട്ട് വെള്ളയമ്പലത്ത് നിന്ന് ശാസ്തമംഗലത്തോട് പോവുകയും ഈ പറയുന്നത് പോലെ വലിയ അവിടെ വഴികളിലൊക്കെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ഈ മഞ്ഞ ബനിയനിട്ട DYFIക്കാരെ ഉപയോഗിച്ച് അടിച്ച് അമർത്തി ഇയാൾ അവർക്ക് മുകളിലൂടെ ഈ ധൈര്യശാലിയായിട്ടുള്ള ഇയാൾ പോകുന്നതാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ ഒരുപക്ഷെ ചീമൊട്ടയെയും ഒക്കെ ഭയപ്പെട്ടുകൊണ്ട് ഈ ധൈര്യശാലി പിന്നെ വാലും ചുരുട്ടി അവസാനം റൂട്ട് മാറ്റി അദ്ദേഹം പോകുന്നതാണ് നമ്മൾ കണ്ടത്. വലിയ ധൈര്യശാലിയായി ആരംഭിച്ച പിണറായി വിജയൻ നവകേരള യാത്ര ആളായിട്ടാണ് മാറിയിട്ടുള്ളത്. അതായത് മഞ്ചേശ്വരത്ത് നിന്ന് പുലിയായി ആരംഭിച്ച നവകേരള സദസ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ മഞ്ചേശ്വരത്ത് നമ്മളൊരു പുലിയെയാണ് ബസ്സിൽ കണ്ടതെങ്കിൽ തിരുവനന്തപുരത്ത് ആ റിവോൾവിംഗ് ചെയറിൽ ഒരു പൂച്ച ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കണ്ടത്. അപ്പൊ പുലി എന്നുള്ളതാണ് നവകേരള സദസ്സിന്റെ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സർ.